ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി 4 മണി പലഹാരമാണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു സ്വീറ്റ് സമൂസയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമൂസ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി വെൽക്കം ബാക്ക്. എല്ലാവർക്കും ZN വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ സ്വീറ്റ് സമൂസയിലേക്കുള്ള ഫില്ലിംഗ് ആണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നേന്ത്രപ്പഴം എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാട്ടോ അവിടെ സമൂസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു നേന്ത്രപ്പഴം എടുത്തത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ബട്ടർ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 20 ഗ്രാമാണ്. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ്. അപ്പോൾ അതൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബട്ടറിൽ നമുക്ക് പഴം വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി സ്മെല്ല് കിട്ടും. നമുക്കറിയാം ബട്ടറിൽ പഴം വഴറ്റുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇതാ ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സമൂസയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കുറയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് മുട്ടയാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മുട്ടയാണ്. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ട. ഇതും ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴത്തിന് ഒരു മുട്ട. അപ്പോൾ അത് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സ്വീറ്റ് സമൂസയുടെ റെസിപ്പി നമുക്ക് അധികം പണിയൊന്നുമില്ലാതെ പെട്ടെന്നൊരു ഈവനിങ് ടീ ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ടൈമൊന്നും അധികം കൺസ്യൂം ചെയ്യില്ല. ഇത് മാത്രമല്ല, ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും അതുപോലത്തെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഉണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇവിടെ എഗ്ഗ് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങയാണ്. ഇവിടെ ആഡ് ചെയ്യുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് കിട്ടുമെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇനി തേങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇത് നമുക്ക് സമൂസ ലീഫ് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് മൈദയുടെ മിക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. കുറച്ച് മൈദയിൽ വെള്ളം യൂസ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സമൂസയുടെ ലീഫിലേക്ക് നമ്മുടെ സ്വീറ്റ് ഫില്ലിങ് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫ് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യുക. പല മെത്തേഡിലും സമൂസ ലീഫ് ഫോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തോന്നിയൊരു മെത്തേഡ് കാണിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ല ചൂട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇത് 2 സൈഡും ഗോൾഡൻ യെല്ലോ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ് സമൂസ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസും മറ്റ് പുതിയ വീഡിയോസും കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവാതെ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.